നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആരാണ് എടുക്കുക? ഐ വിൽ ഫ്ലൈ ആരാണ് എഴുതിയത്? APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെ? APJ അബ്ദുൽ കലാമിന് അറിയപ്പെടുന്ന പേരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. നമ്മളത് കുറച്ച് പഠിച്ചു. നമ്മൾ പഠിച്ചത് അബ്ദുൽ കലാമിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഥലത്ത് എന്ത് അവതരിപ്പിക്കാൻ പോയി? ഒരു സ്പീച്ച് അവതരിപ്പിക്കും. ഇതൊരു സ്പീച്ച് ആണെന്ന് പഠിച്ചു. അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തന്നത് സ്വപ്നം കാണുക എന്ന് പറയുന്നത് എന്താണ്? ഹൗ ടു ഡ്രീം. യു മസ്റ്റ് ഹാവ് ആൻ എന്താണ് ഗോൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഗോൾ, ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന മനുഷ്യനാണ് APJ അബ്ദുൽ കലാം എന്ന് പറയാം. നമ്മൾ അദ്ദേഹത്തിനെ പറ്റി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞത് ഈ പാഠത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ വിൽ ഫ്ലൈ എന്നാണ്, ഞാൻ പറക്കും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇദ്ദേഹം ഒരു സ്ഥലത്ത് സ്പീച്ച് അവതരിപ്പിക്കാൻ പോയപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം അല്ലേ, പണ്ട് കാലത്ത്. അപ്പൊ ഇതൊരു സ്പീച്ചാണ്. ഈ സ്പീച്ചിൽ അദ്ദേഹം പണ്ടൊരു സമയത്ത് ഒരു സ്പീച്ച് അവതരിപ്പിക്കാൻ പോയപ്പോ അവിടെ കിട്ടിയ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അല്ലെ, ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാം. സെമിനാറിന്റെ പേരായിരുന്നു എന്തായിരുന്നു ആ പേര്? ശാസ്ത്രീയാണെന്ന് പറയുന്ന ഒരു സെമിനാർ അദ്ദേഹം ഒരിടത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിച്ചതായിരുന്നു അദ്ദേഹം അങ്ങനെ അത് ഈ സ്പീച്ചിലൂടെ ഇതാണ് പറയുന്നത്. പണ്ട് ഞാനൊരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം നമ്മൾ പറഞ്ഞു. ആ അനുഭവം ഇതായിരുന്നു, അദ്ദേഹത്തിനോട് അന്ന് ആ സെമിനാറിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ കൈ ഉയർത്തി. എന്തിനാ കൈ ഉയർത്തി? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി. അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്തി. അപ്പൊ അത് എല്ലാവരെയും തെരഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് 10-12 പേര് തെരഞ്ഞെടുത്തു. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അതൊന്നും ഒരു കുട്ടി, അന്നൊരു വില്ലേജ്, ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നൊരു കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യന്റെ വാല്യൂ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ഈ ചാപ്റ്റർ? നോക്കാം എന്താണെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ പറഞ്ഞതല്ലേ, എല്ലാവരും പുസ്തകം ഉണ്ടല്ലോ, പുസ്തകം ഉണ്ടാ? ടെക്സ്റ്റ് ഉള്ളവരൊന്ന് മെസ്സേജ് ചെയ്തേ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ടെക്സ്റ്റ് ഉള്ളവർ ശ്രദ്ധിക്കുക. 15 പേജ് നമ്പർ 15 എടുക്കുക. 15 പേജ് നമ്പർ 15 ഇപ്പൊ കുറെ പേര് ടെക്സ്റ്റ് ഉണ്ട് അല്ലേ? പേജ് നമ്പർ 15 എടുക്കുക. 15 ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് എടുക്കുക. ഓക്കെ, നോക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത്, പണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഒരു കുട്ടി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അന്ന് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും ഈ ചെറുക്കൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു. ആ കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു. നോക്കാം. The question was from a teenager. നിങ്ങൾക്കറിയാമോ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു ടീനേജർ ആയിരുന്നു. ടീനേജർ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, 13 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ആളിനെ വിളിക്കുന്ന പേരാണ് 13 മുതൽ 19 വരെ ടീനേജർ. എല്ലാത്തിനും ടീൻ എന്ന വാക്കാണെന്ന് പറഞ്ഞു. 13, 14, 15 പോലെ ടീൻ കാണും. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. അന്ന് എന്നോട് ചോദ്യം ചോദിച്ചൊരു പയ്യൻ, ഒരു ടീനേജർ, ഒരു ചെറുപ്പമായിരുന്നു, ഒരു കൗമാര പ്രായത്തിലുള്ള പയ്യൻ. കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. അവൻ വന്നത് ഫാർ അവേ വില്ലേജ്, അങ്ങ് ദൂരെയുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ഒരു പയ്യനായിരുന്നു. ഹി വാസ് വെരി നെർവസ്. അവൻ എന്നെ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം ഇത്രയും വലിയ സയന്റിസ്റ്റ് ആണെന്ന രീതിയിലാവാം. ഹി വാസ് വെരി നെർവസ്. അവൻ പേടിച്ചു പോയി. അതിന്റെ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ്, അവൻ സത്യം പറഞ്ഞ ടിപ്പിക്കൽ മാതൃകയായ റെപ്രസെന്റേറ്റീവ് പ്രതിനിധി അല്ലെ ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സാധാരണ യൂത്ത്, ചെറുപ്പക്കാരെ പ്രതിനിധീകരിക്കാവുന്ന ഒരു മാതൃകയായ വ്യക്തി. അതായത് കണ്ടാലേ അറിയാം ഇന്ത്യയിലെ സാധാരണപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണെന്ന് കണ്ടാലേ അറിയാം. ആ ലുക്കുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ. സാധാരണ ഇന്ത്യക്കാരന്മാരായ പയ്യന്മാരെ പ്രതിനിധീകരിക്കാവുന്ന ലുക്കുള്ള പയ്യൻ അല്ലെ അവനായിരുന്നു. ദ ബോയ് ബിഗൺ സ്പീക്കിംഗ്. ഏതായാലും അവൻ എന്നെ കണ്ടതോടുകൂടി സംസാരിച്ചു. അവൻ സംസാരിച്ചിങ്ങനെയായിരുന്നു, സംസാരിച്ച് ഈ രീതിയിലായിരുന്നു. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ആസ്ക്. സർ, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചോദിക്കണമെന്ന്. ഐ എം നെർവസ്. ഞാൻ സാറിനെ കണ്ട ഉടനെ ഐ എം കംപ്ലീറ്റ്ലി നെർവസ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പേടിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ എന്തിരിക്കുകയാണ്? നെർവസ്. എന്താ നെർവസ്? പേടിച്ചിരിക്കുക. I have not asked any question in my class. സാറിന് അറിയാമോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ എന്റെ ക്ലാസ്സുകളിൽ ഒന്നും തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല. I need to have confidence. എനിക്ക് തന്നെ അറിയാം, what's my problem, that I know really that I have the lack of confidence. എനിക്കുള്ളത് എന്താണ്? lack of confidence ആണ്. lack of self confidence. സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്റെ അസുഖമെന്ന് എനിക്കറിയാം. സോ ഐ നീഡ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ്. പക്ഷെ സാറിന് അറിയാമോ, ഇന്നേവരെ എനിക്കൊരു കോൺഫിഡൻസും കിട്ടിയിട്ടില്ല ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. യു നോ, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് എ ലോട്ട് ഓഫ് ഇയേഴ്സ്.
സാറിന് അറിയാമോ, ഞാൻ ഒരുപാട് വർഷം കൊണ്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് ത്രൂ ഔട്ട് മൈ കരിയർ, ഈവൻ ത്രൂ ഔട്ട് മൈ കരിയർ, ഐ കുഡന്റ് ഗെറ്റ് എനി സെൽഫ് കോൺഫിഡൻസ് ഫ്രം ദ ക്ലാസ് ടീച്ചേഴ്സ്, ഫ്രം മൈ ഫ്രണ്ട്സ്, ഫ്രം എനിവൺ. ഒരാളിൽ നിന്നും എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല? സെൽഫ് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല സാർ. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് ഒരാളിൽ നിന്ന് സെൽഫ് കോൺഫിഡൻസ് കിട്ടിയിട്ടേ ഇല്ല. I'm afraid, sir. I'm really afraid of. തെറ്റുണ്ട്. afraid to എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. I'm afraid of എന്നേ പറയാം. afraid of കഴിഞ്ഞാൽ പിന്നീട് അവ ing പറയണം, ടോക്കിംഗ് എന്നേ പറയാം. എങ്ങനെ പറഞ്ഞ് പഠിക്കാവൂ? I'm really afraid of talking to my teachers. Sir, എനിക്ക് afraid of എന്നേ പറയാം. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും. I'm really afraid of talking to my teachers. എനിക്ക് എന്റെ ടീച്ചേഴ്സിനോട് ചോദ്യം ചോദിക്കാൻ വളരെ പേടിയാണ് സാർ. ഐ എം അഫ്രൈഡ് ഓഫ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ വളരെ പേടിയാണ് സാർ, എന്തെങ്കിലും കാര്യം ചോദിക്കാൻ. അപ്പൊ എനിക്ക് എന്റെ ടീച്ചേഴ്സിനോട് മിണ്ടാൻ പേടിയാണ്, ഫ്രണ്ട്സിനോട് മിണ്ടാൻ പേടിയാണ്. whenever I talk, ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ്. സാർ, ഞാൻ എപ്പോഴെങ്കിലും എന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യും. ഞാൻ ആലോചിക്കും, എനിക്കൊരു ബുദ്ധിയില്ല, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, അതിനെല്ലാം നല്ല ഡ്രസ്സ്, ഇന്ന ഡ്രസ്സൊന്നും കൊള്ളില്ല, അവർക്കെല്ലാം നല്ല മുഖമുണ്ട്, എനിക്ക് അങ്ങനത്തെ മുഖമില്ല. അങ്ങനെ ഞാൻ പലപ്പോഴും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെ? I compare myself with other students and their elegant, പളുപളുത്ത മനോഹരമായ സുന്ദരമായ ഡ്രസ്. അവരുടെ സുന്ദരമായ ഡ്രസ്സിനോട് ഞാൻ കമ്പയർ ചെയ്ത് ആലോചിക്കും, എനിക്കിതൊന്നുമില്ല, അവർക്കെല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ. അതിന് വിളിക്കുന്നവരാണ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എനിക്കിതില്ല. പ്ലീസ് ടെൽ മീ സർ. സാർ എന്നോട് ഒന്ന് പറയൂ സാർ. ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്കൊരു കപ്പലിലെ എഞ്ചിനീയർ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാർ. ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. സാർ, എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണം സാർ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് കപ്പലിലെ ക്യാപ്റ്റൻ ആവണം സാർ. ഐ വോണ്ട് ടു ബിൽഡ് ദ എഞ്ചിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് അവസാനം ഒരു കപ്പലിന്റെ എഞ്ചിൻ നിർമ്മിക്കണം സാർ. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. പ്ലീസ് വിൽ യു ഹെൽപ് മീ സാർ? അതാണ് അവരുടെ പ്രശ്നം അല്ലേ സാർ? പക്ഷെ എനിക്കൊരു എഞ്ചിനീയർ ആദ്യം പറഞ്ഞെന്താണ്, എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണം. ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്കൊരു കപ്പലിന്റെ ക്യാപ്റ്റനായി മാറണം. ഐ വോണ്ട് ടു ബിൽഡ് ദ എഞ്ചിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് കപ്പലിന്റെ എഞ്ചിൻ നിർമ്മിക്കണം. ഐ വോണ്ട് ടു, ഇതാണ് എല്ലാം പറഞ്ഞില്ലേ, ഐ വോണ്ട് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഐ വോണ്ട് ടു ദ എഞ്ചിൻ ഓഫ് കപ്പലിന്റെ എഞ്ചിൻ നിർമ്മിക്കണം സാർ. ഇതൊക്കെയാണ് സാർ, ദിസ് ഈസ് മൈ വിഷ്, ബട്ട് ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. മൈ പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സാർ, ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. ഐ കാനോട്ട് ഡു ദാറ്റ്. What is my problem? That I know well. എന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. What is my problem? My problem is only one thing, that is lack of self confidence. I don't have any self confidence. എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല സാർ. ഞാൻ എന്ത് ചെയ്യണം സാർ? What I do? Shall I, ഇതിന്റെ അവസാനം ചോദിക്കുന്നത് പറയണേണ്ട, shall I be able to do all these sir? സാർ, എനിക്ക് ഇതിനെല്ലാം പറ്റുമല്ലേ? എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റുമല്ലേ? കപ്പലില് ക്യാപ്റ്റൻ ആവാൻ പറ്റുമല്ലേ? എനിക്കൊരു കപ്പലിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ പറ്റുമല്ലേ സാർ? എന്നെ കൊണ്ട് പറ്റുമോ സാർ? ഇതൊക്കെ സാർ ഒന്ന് പറയും സാർ എന്ന് പറയുന്നു. ഓക്കെ, ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? സാർ, ഞാൻ എങ്ങനെ എന്റെ ഈ മിഷൻ പൂർത്തിയാക്കും? എന്റെ ഈ ആഗ്രഹം, മിഷൻ മീൻസ് ആഗ്രഹം, ഒരു ലക്ഷ്യം, മിഷൻ ലക്ഷ്യം പൂർത്തിയാക്കും സാർ. വാട്ട് ഷുഡ് ഐ ഡു സാർ? ഞാൻ എന്ത് ചെയ്യണം സാർ? താങ്കൾ പറയൂ. When the boy completed the question, സത്യം പറഞ്ഞാൽ ഈ കുട്ടി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നപ്പോ എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന വേദിയിലാണ് ഈ കുട്ടി ചോദിക്കുന്നത്. സാർ, എന്റെ ആഗ്രഹം ഇതാണ് സാർ, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല സാർ, ഞാൻ എന്ത് ചെയ്യും സാർ എന്ന് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോ, when the boy completed the question, ആ കുട്ടി ക്വസ്റ്റ്യൻ പൂർത്തിയാക്കിയപ്പോ, the entire audience, മുഴുവൻ ഓഡിയൻസും, and the dignitaries, എന്താണ് ഡിഗ്നിറ്ററി? ആദരണീയർ എന്നാണ് മലയാളം അല്ലെ? ആദരണീയരായ വ്യക്തികൾ. ഓൺ ദ ഡയസ്, ഡയസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേജ് അല്ലെ? സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ മന്ത്രിമാരുണ്ടാവാം, ബാക്കി മിനിസ്റ്റർ, ബാക്കി എന്താണ് പ്രമുഖർ, വേറെ പ്രമുഖർ എന്നാണ് മലയാളം അല്ലെ? പ്രമുഖരായ പലരും ഉണ്ടാവാം. ഇവരെല്ലാവരും തന്നെ, മാത്രമല്ല ഓഡിയൻസ്, 10,000 ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസ് എല്ലാവരും തന്നെ, ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ, മാത്രമല്ല അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, CM പോലും അവിടെ ഉണ്ട്. ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയും, വി ആർ ലുക്കിംഗ് അറ്റ് മീ, എന്നെ തന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും കലാം, ഇയാള് എന്നെ തന്നെ എല്ലാവരും നോക്കുന്നു. എന്താണ്? വണ്ടറിങ്, അത്ഭുതത്തോടു കൂടി നോക്കുന്നു. എങ്ങനെയാണ്? അത്ഭുതത്തോടു കൂടി. വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ, ദ സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് എ വില്ലേജ് ബോയ്, യങ് വില്ലേജ് ബോയ്. ഈ യങ് വില്ലേജ് ബോയിയുടെ, ചെറുപ്പക്കാരനായ ഈ കുഞ്ഞു പയ്യന്റെ ഈ നിഷ്കളങ്കനായ, സിൻസിയർ ആയിട്ടുള്ള അവന്റെ ക്വസ്റ്റ്യൻ, തനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, കപ്പാസിറ്റി ഇല്ല, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ് തനിക്കുള്ളത് എന്നുള്ള ആ ക്വസ്റ്റ്യന് മുന്നിൽ സത്യത ആലോചിക്കുകയാണ്. എന്നത് ആലോചിക്കാറുണ്ട് എല്ലാവരും ആലോചിച്ച് ഈ ക്വസ്റ്റ്യന്
Kalam sir, what Kalam was going to say? And എല്ലാവരും ആലോചിക്കും, എല്ലാവരും എന്നെ കണ്ടു. I thought of it. ഞാൻ കുറേ നേരം ഈ കുട്ടി ചോദ്യത്തെ പറ്റി കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചു. And breaking the silence. എന്നിട്ട് ഞാൻ എനിക്ക് സൈലൻസ് പൊട്ടിച്ചു. സൈലൻസ് പൊട്ടിച്ചെന്ന് വെച്ചാൽ എല്ലാവരും നിശബ്ദരായി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഇടയിൽ എന്റെ ശബ്ദം ഉയർന്നു വന്നു. അതല്ലേ I said, ഞാൻ പറഞ്ഞു, my dear friend, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, you have put the most difficult question among the many questions I have received from millions and millions of students whom I have met. ഞാൻ എന്റെ ജീവിതത്തില് ദശലക്ഷക്കണക്കിന് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് സ്റ്റുഡൻസിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റ് കണ്ടുമുട്ടിയിട്ടുണ്ട്. അതില് ഇത്രയും പേര് എന്നോട് ചോദിച്ചതിലും യു ഹാവ് asked me the most difficult question. നീയാണ് എന്നോട് ചോദിച്ചത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. The question is very simple. The question, when we hear the question, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഹിയർ ചെയ്യുമ്പോൾ most of the people believe that the question is very simple. How to get a self confidence? എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കുക എന്ന് പറയുന്ന ആ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. But the answer is very difficult. അല്ലേ? അതാണ് you have put the most difficult question. അല്ലേ? നീ ചോദിച്ചത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ ആണ് ഫ്രം എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഐ ഹാവ് ഹേർഡ്. ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ ചോദിച്ചത് നീയാണ് എന്ന് ഇദ്ദേഹം പറയുന്നത്. അല്ലേ? ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിന്റെ ക്വസ്റ്റ്യനെ വാല്യൂ ചെയ്യുന്നു, വില വയ്ക്കുന്നു. ഐ നോ, എനിക്കറിയാം, യു ആർ എക്കോയിങ്, നീ ഇവിടെ പ്രതിധ്വനിക്കുന്നത്, നീ ഇവിടെ പറയുന്നത് ദ ഫിയർ ഓഫ് മെനി. ഒരുപാട് ആൾക്കാർക്കും ഈ ഫിയർ, പേടിയുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന അവസ്ഥയുണ്ട്. പക്ഷെ ആരും ഇത് പുറത്ത് പറയാറില്ല. എനിക്കറിയാം, നീയാണ് അത് തുറന്നു പറഞ്ഞ വ്യക്തിയെന്ന് എനിക്കറിയാം. Let me recite a beautiful poem for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു സുന്ദരമായ പോയം, കവിത പാടിത്തരട്ടെ. Named I will fly. I will fly എന്ന് പറയുന്ന സുന്ദരമായ ഒരു ചെറിയ കവിത ഞാൻ നിനക്ക് വേണ്ടി പാടിത്തരാം, നീ കേട്ടുകൊള്ളു എന്ന് അദ്ദേഹം എന്ത് ആ പയ്യനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പാടുന്നു, ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. നീ എല്ലായ്പ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഐ ആം ബോൺ, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് പൊട്ടൻഷ്യൽ ആയിട്ടാണ്, കഴിവുള്ളവനായിട്ടാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ എന്നിൽ ദൈവം ഗുഡ്നെസ്, നന്മയും ട്രസ്റ്റ്, വിശ്വാസവും എന്നെ ദൈവം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നന്മയുണ്ട്, വിശ്വാസമുണ്ട്, ഇത് രണ്ടും ദൈവം എനിക്ക് തന്നു. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഗ്രേറ്റ്നെസ്സോട് കൂടിയാണ്, മഹത്തരമായിട്ടാണ്, മഹത്തായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അല്ലേ? മഹത്തരം, ഗ്രേറ്റ്നെസ്സോട് കൂടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഉടനെ പറയുന്ന ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ എന്റെ ദൈവം എന്റെ ഉള്ളിൽ കോൺഫിഡൻസ് അഥവാ സെൽഫ് കോൺഫിഡൻസ് എന്ന സാധനം നിറച്ചിട്ടുണ്ട്. ഐ എം ബോൺ വിത്ത് വിങ്സ്. എന്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ദൈവം എന്നിൽ എന്ത്, ഐ എം ബോൺ വിത്ത് വിങ്സ്, ചിറകുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. സോ ഐ എം നോട്ട് മീൻ ഫോർ ക്രൗളിംഗ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഒരിക്കലും ക്രൗളിങ്ങിന്, ഇഴയുവാൻ വേണ്ടിയുള്ളതല്ല. ഐ ഹാവ് ദ വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ ആൻഡ് ഫ്ലൈ ആൻഡ് ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പറന്നുകൊണ്ടേയിരിക്കും, പറന്നുകൊണ്ടേയിരിക്കും, പറന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഐ ഹാവ് ദ വിങ്സ്, ഐ ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്, ഐ ഹാവ് ദ ഡ്രീംസ് ആൻഡ് ഐഡിയാസ്, ഐ ഹാവ് ദ ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, I have the potential and I have the abilities, I have the talents. I will fly and fly and fly and fly. നീ ജീവിതത്തിൽ എപ്പോൾ നീ ഒരു കാര്യം മാത്രം രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കുക, then you get the self confidence and you will win anywhere. This is answered by നമ്മുടെ ആരാണ്, APJ അബ്ദുൽ കലാം. ഇതാണ് അദ്ദേഹം എന്തിനു പറഞ്ഞത്, ആൻസർ ആയിട്ട് പറഞ്ഞത്. നമ്മൾ പഠിച്ചത് ഒരു കുഞ്ഞു പയ്യൻ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ പറഞ്ഞത് APJ അബ്ദുൽ കലാം എന്ത് ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ഇത്രയും ഒന്ന് വായിച്ചു നോക്കുക. APJ അബ്ദുൽ കലാമിന്റെ കുഞ്ഞു പോയിന്റ് എന്താണത്? I am born with the potential, I am born with the goodness and trust, I am born with the ideas and dreams, I am born with the greatness, I am born with the confidence, I am born with the wings and I am not meant for crawling. ഞാൻ ഒരിക്കലും ക്രൗളിങ്ങിന് വേണ്ടിയുള്ള വ്യക്തിയല്ല, ഇടയുവാനുള്ള വ്യക്തിയല്ല. I will fly, have the wings and I will fly and fly and fly and fly. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ മീനിങ് ഉണ്ടെങ്കിൽ അതിനെ ചോദിക്കുക. ഒരു സ്പീച്ചില് അബ്ദുൽ കലാം ചെല്ലുമ്പോ
അവിടുത്തെ ആൾക്കാരോട് പറയുന്നതാണിത്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം എന്നതാ, പണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അന്ന് അദ്ദേഹത്തിനോട് ഒരു പയ്യൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം ഇവിടെയും പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ഇദ്ദേഹത്തിന് മുമ്പ് ഇപ്പൊ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ പലർക്കും എന്തുണ്ട്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഐ ഹാവ് ദ വിങ്സ്, ഐ എം നോട്ട് മീൻഡ് ഫോർ ക്രൗഡിങ്. ഞാൻ ഒരിക്കലും ഏതിനു വേണ്ടിയുള്ളതല്ല, ക്രൗഡിങ് ഇഴയുന്നതിന് വേണ്ടിയുള്ള വ്യക്തിയല്ല എന്നുള്ളത്. എക്കോയിങ്, എക്കോ ചെയ്യുക, പ്രതിധ്വനിക്കുക എന്നാണ് മലയാളം. പ്രതിധ്വനിക്കുക, എക്കോ ചെയ്യുക. ഇവിടെ അർത്ഥം ഐ എം എക്കോയിങ് എന്നല്ല, യു ആർ എക്കോയിങ് എന്നല്ല ഉദ്ദേശിച്ചത്, നീ ഇവിടെ പ്രതിധ്വനിക്കുന്നത്, നീ ഇവിടെ പറയുന്നത് എന്ന് പറയും. ക്രൗളിങ്, ഇഴയുക. മൈ ലൈഫ് ഈസ് നോട്ട് ഫോർ ക്രൗളിങ്. എന്റെ ജീവിതം ഇഴയുന്നതിന് വേണ്ടിയുള്ളതല്ല. ഐ ഹാവ് ദ വിങ്സ്, ഐ വിൽ ഫ്ലൈ. എപ്പോഴും നമ്മൾ ഓർമ്മിക്കാം. അപ്പൊ ഇവിടെ മറന്നുല്ലേ, എലഗന്റ്, മലയാളം പളുപളുത്ത, സുന്ദരമായ, മനോഹരമായ എന്നൊക്കെയാണ്. ഡയസ്, സ്റ്റേജ്, പറഞ്ഞു. പൊട്ടൻഷ്യൽ, എബിലിറ്റി, കഴിവ്, എബിലിറ്റി, ടാലന്റ്, കഴിവ്. I have the potential means I have the ability. Okay. ഡയസ്, പച്ച മലയാളം, വേദി. ചോദിച്ചോളൂ, പെട്ടെന്ന് പറയട്ടെ വാക്യം. ഓക്കെ, നോക്കി ബാക്കി തീരുവിച്ചാൽ. അപ്പൊ അദ്ദേഹം അന്ന് നടന്നൊരു കേസ് ഇന്നിവിടെ അദ്ദേഹം ഒരു സ്പീച്ചിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പണ്ട് നടന്നൊരു കേസിനെ പറ്റി അദ്ദേഹം പറയാം. ഇനി അദ്ദേഹം തന്റെ പുതിയ സ്പീച്ചിലേക്ക്, ഇപ്പൊ സംസാരിക്കുന്ന സ്പീച്ചിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം ആ ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞതിന് ശേഷം പുതിയ സ്പീച്ചിലേക്ക് വന്നിട്ട് അദ്ദേഹം പറയുന്നു, യങ് ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. ഞാൻ നിങ്ങളോട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എന്താണ്? ഹൗ ക്യാൻ യു ബി യുണീക്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പണ്ട് അന്ന് ആ പയ്യൻ എന്നോട് ചോദിച്ചതുപോലെയാണ് നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഓൾ ഓഫ് യു വാണ്ട് ടു ബി യുണീക്. നിങ്ങളിൽ എല്ലാവർക്കും ആഗ്രഹം യുണീക്ക് ആകണം, അതുല്യരാകണം, മറ്റുള്ളവരെ പോലെ അല്ലാതെ എന്തെങ്കിലും മെച്ചപ്പെട്ട് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് യുണീക്ക്. ഐൻസ്റ്റീൻ യുണീക്ക് ആയിരുന്നു, കാരണം അദ്ദേഹം മറ്റുള്ളവരെ പോലെയേ അല്ലേ. അബ്ദുൽ കലാം യുണീക്ക് ആയിരുന്നു, കാരണം അദ്ദേഹം മറ്റുള്ളവരെ പോലെയേ അല്ല. മദർ തെരേസ യുണീക്ക് ആണ്, കാരണം അവരും അതുപോലെ. യുണീക്ക് എന്ന വാക്കിന്റെ അർത്ഥം അൺഈക്വൽ എന്നാണ്, തുല്യരല്ലാതെ ആയി മാറുക. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം, നമ്മൾ ക്ലാസ്സിൽ അപ്പൊ 10+ നമ്മളിപ്പോ ഫുൾ A+ വേണ്ടി ശ്രമിക്കുന്ന എന്തിനാ? നമ്മളിപ്പോ യുണീക്ക് ആവാൻ വേണ്ടിയല്ലേ, നമുക്ക് ഏറ്റവും ബെറ്റർ ആവാൻ വേണ്ടിയല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് യുണീക്ക്. അപ്പൊ നമ്മൾ പഠിച്ചു. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഹൗ യു ക്യാൻ ബി യുണീക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് യുണീക്ക് ആവാൻ കഴിയുന്നതിനെ പറ്റിയാണ്. സോ ഫാർ നാളിതുവരെയായിട്ടും ഐ ഹാവ് മെറ്റ് 15 million youth in the decades time. നിങ്ങൾക്കറിയാമോ, ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് 15 million. 1 million എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം. 15 ആകുമ്പോഴാ 15 10 ലക്ഷം അല്ലെ. 15 million 15 10 ലക്ഷം, 1.5 കോടി. ഞാൻ ഏകദേശം 1.5 കോടി കുട്ടികളെ ഈ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ ദ ഡീക്കേഡ്സ് ടൈം. ദശകം എന്നാണ് മലയാളം ഡീക്കേഡ്. 10 വർഷം കൂടുമ്പോൾ ടൈമിന് വിളിക്കുന്ന പേര് ഡീക്കേഡ്. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം 1.5 കോടി കുട്ടികളുമായി ഞാൻ സംവദിച്ചിട്ടുണ്ട് അല്ലെ, കണ്ടുപിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എല്ലാവരിൽ നിന്നും പഠിച്ചത് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. എല്ലാ ചെറുപ്പക്കാർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ദേ വാണ്ട് ടു ബി യുണീക്ക്. ഈവൻ യു അല്ലെ. എന്താണ് പറയുന്നത് യുണീക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താവണം? യുണീക്ക് ആവണം. നിങ്ങൾക്ക് എല്ലാവർക്കും യുണീക്ക് ആവണം എന്നാണ് ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും അല്ലെ. ദാറ്റ് ഈസ് യു എന്നാണ്, നിങ്ങളാകണം എന്നുള്ളതാണ് ആഗ്രഹം അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞത് ബട്ട് ദ വേൾഡ് ഓൾ അറൌണ്ട് യു. പക്ഷെ നിങ്ങളെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മള് ക്ലാസ്സില് ഏറ്റവും യുണീക്ക് ആകാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളെ എന്താക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മള് ക്ലാസ്സിൽ ഫുൾ A+ കൊടുത്തു. ഫുൾ A+ കൊടുത്തപ്പോ നമ്മുടെ ക്ലാസ്സിൽ ബാക്കി 10 പിള്ളേരുള്ള ഫുൾ A+ കൊടുത്തു. അപ്പോൾ നമ്മൾ ആ മൊത്തം 11 പേരില്ലേ, ആ 11 പേരിൽ ഒരാളായി. 11 പേരിൽ ഒരാളായ യുണീക്ക് ആവോ? ഇല്ല. യുണീക്ക് ആവണമെങ്കിൽ ഇവരെക്കാളും മുകളിൽ മേടിക്കണം, മുകളിൽ കൂടുതൽ എത്തണം, എങ്കിലേ യുണീക്ക് ആവും. അതായത് ഇപ്പൊ നമ്മൾ 11 പേരിൽ ഒരാളായപ്പോ നമ്മൾ ഈക്വൽ ആണ്, 10 പേർക്ക് ഈക്വൽ ആണ് ബാക്കി. അങ്ങനെ പറ്റൂല, അത് യുണീക്ക് ആവില്ല. യുണീക്ക് ആകണം, നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ് ആകണം. അതാണ് പ്രത്യേകത. നമ്മൾ എപ്പോഴൊക്കെ യുണീക്ക് ആവാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ യുണീക്ക് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ വേൾഡ് അറൗണ്ട് അസ്
നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലുള്ള എല്ലാവരും എന്താണ്, അവരെല്ലാവരും എന്താണ്, ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ്. അവരെല്ലാവരും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? ഡേ ആൻഡ് നൈറ്റ്. അവർ രാവും പകലില്ലാതെ ചെയ്യാൻ ശ്രമിക്കും. ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ് ഓർ എനിബഡി എൽസ്. ദ വേൾഡ് അറൌണ്ട് യു, അല്ലെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾ എന്താക്കാൻ ശ്രമിക്കുന്ന അറിയുമോ? എവ്രിബഡി എൽസ് ഓർ എനിബഡി എൽസ്. അവരിൽ ഒരാളോ ഇവരിൽ ഒരാളോ. അതാണ് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ എ പ്ലസ് മേടിച്ചു. ഫുൾ എ പ്ലസ് മേടിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉള്ള 10 പേര് കൂടെ ഫുൾ എ പ്ലസ് മേടിച്ചു. എന്താ പറ്റിയെന്ന് നോക്കണമെങ്കിൽ ആ 10 പേര് എന്താ ശ്രമിച്ചത്? നമ്മൾ യുണീക്കാവാൻ ശ്രമിക്കുക. ആ 10 പേര് നമ്മളെ അവരിൽ ഒരാളാക്കി മാറ്റി. അതായത് ലോകം മുഴുവൻ നമ്മൾ എന്താക്കാം, നമ്മളെ യുണീക്കാക്കാൻ സമ്മതിക്കില്ല. അവർ നമ്മളെ അവരിൽ ഒരാളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് വി മസ്റ്റ് നോട്ട് സ്റ്റോപ്പ് അവർ ഹാർഡ് വർക്ക്. പക്ഷെ നമ്മളവിടെ നിർത്തരുത്. എന്താ പറ്റില്ല? ദ വേൾഡ് ഈസ് ഓൾവേസ് ട്രൈങ് ടു മേക്ക് അസ്. ഈ ലോകം എല്ലായ്പ്പോഴും നമ്മളെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എവ്രിബഡി എൽസോ എനിബഡി എൽസോ സംബഡി എൽസ്. നമ്മുടെ എവ്രിബഡി എൽസോ എനിബഡി എൽസോ സംബഡി എൽസോ അവരിൽ ഒരാളോ ഇവരിൽ ഒരാളോ ആരെങ്കിലും ഒരാളോ ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കും. അല്ലാതെ നമ്മളൊരു ഗ്രേറ്റ് ആക്കാനായിട്ട് ശ്രമിക്കില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്തൊക്കെയാണ് പറയുന്നത്? But the world all around you doing its best day and night to make you just everybody else or anybody else, അല്ലെ? Everybody else. In your home, നിങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ഡിയർ ആൻഡ് ഫെലോസ്, നിങ്ങൾക്ക് അറിയാമോ, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരന്റ്സ്. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് ചോദിക്കാറില്ലേ, ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് മാർക്സ്. എടാ, നീ എന്താ നിനക്ക് അപ്പുറത്തെ ചെറുക്കനെ പോലെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ചിട്ട് നീ യുണീക്ക് ആവാത്തത്? അപ്പുറത്തെ ചെറുക്കൻ കണ്ട അവൻ യുണീക്കാണ്, അവനെ പോലെ യുണീക്ക് ആവാത്ത എന്താ നീ എന്ന് പാരന്റ്സ് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ പാരന്റ്സിന് അറിഞ്ഞൂടാത്തൊരു കാര്യം, ഞാൻ അവനെ പോലെ പഠിച്ചാൽ എങ്ങനെ ഞാൻ യുണീക്ക് ആവും? ഞാനും അവന് തുല്യനല്ലേ ആവുള്ളൂ. അപ്പൊ യുണീക്ക് എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും അറിഞ്ഞില്ല. യുണീക്ക് ആകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ ആകരുത്, മറ്റുള്ളവരെക്കാൾ മുകളിൽ മാറി ചിന്തിക്കാൻ പഠിക്കണം. അതല്ലേ വേണ്ടത്? അത് തന്നെ. ഇപ്പോ സ്കോറിംഗ് മാർക്സ്, when you go to your സ്കൂളിൽ ചെല്ലുമ്പോൾ your ടീച്ചർ പറയും, why don't you become the 5 first rankers in the class? എടാ, നീ എന്താ ആദ്യത്തെ 5 റാങ്കുകളിൽ ഒന്ന് വന്നിട്ട് യുണീക്ക് ആവാത്തത്? എന്താ ആ 5 പിള്ളേരെ കണ്ട, അവർ 5 റാങ്കുകളാണ്, അവരെല്ലാവരും യുണീക്കാണ് എന്ന് പറയും. പക്ഷേ ടീച്ചേഴ്സിന് അറിഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റ് 5 റാങ്കേഴ്സിന് വന്നാൽ എങ്ങനെ യുണീക്ക് ആവും? യുണീക്ക് ആകണമെങ്കിൽ ആദ്യം ഈ 5 റാങ്കേഴ്സിന് എല്ലാരെക്കാട്ടി മുന്നിലെത്തണം, എങ്കിലേ യുണീക്ക് ആവും. ഇല്ലെങ്കിൽ ഈക്വലേ ആവും. ഈക്വൽ അല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് യുണീക്ക്. തുല്യരല്ലാതെയായി മാറുക, അതാണ് യുണീക്ക്. അപ്പൊ യുണീക്ക് ആവാനായിട്ട് പലരും നമ്മളോട് പറയുന്ന ഐഡിയ എല്ലാം തെറ്റാണ്. വൈ ഡോണ്ട് യു become like the 5 rankers in the class? ക്ലാസ്സിൽ എന്ത് ആദ്യത്തെ 5 പിള്ളേരെ പോലെ അവിടെ ആ 5 റാങ്കുകളിൽ ഒരാളാവാത്ത നീ? മനസ്സിലായ? അങ്ങനെയാണ്. Wherever you go, നിങ്ങൾ എവിടെ പോയാലും പീപ്പിൾ സേ, ആൾക്കാർ നിങ്ങളോട് പറയും, യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവ്രിബഡി എൽസ്. എല്ലാരും പറയും യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവ്രിബഡി എൽസ്. നീ അവരെ പോലെ ആവും, ഇവരെ പോലെ ആവും, ഇവരെ പോലെ ആവും, അവനെ പോലെ ആവും. ഇത് എന്റെ ലോകത്ത് എല്ലാവരും പറയുന്ന, അച്ഛനും അമ്മയും അപ്പുറത്തെ ടീച്ചർ എല്ലാവരും ഇത് തന്നെ പറയുന്നത്. മനസ്സിലായ? Now dear and friends, how many of you, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേർ would like to be unique yourself? നിങ്ങൾ സ്വയം യുണീക്ക് ആവാൻ നിങ്ങളിൽ എത്ര പേർ ശ്രമിക്കാറുണ്ട്? അതിന് നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോടുകൂടി എനിക്ക് എല്ലാം പറ്റുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് കുതിക്കുക. യു മസ്റ്റ് ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ് ടു അച്ചീവ് ദ ഗോൾ. നിങ്ങൾ ഏത് ലക്ഷ്യമാണോ നേടുന്നത് അത് എത്തിപ്പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. കാര്യം ചോദിക്കട്ട, എഡിസനാണ് ബൾബ് കണ്ടുപിടിച്ചപ്പോൾ 1888 കണ്ടുപിടിച്ചു പറഞ്ഞു. ഐൻസ്റ്റീൻ ആണ് ലോകത്തിന്റെ പല തത്വങ്ങളും കണ്ടുപിടിച്ചു. ഈ ഐൻസ്റ്റീൻ മറ്റുള്ള ഏതെങ്കിലും പോലെ ആവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എഡിസൺ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അബ്ദുൽ കലാമിന് ഈ നേട്ടങ്ങളൊക്കെ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇവരെ എല്ലാവരും എന്ത് ചെയ്തു? അവരുടേതായ രീതികളിൽ മുന്നോട്ട് പോയി. അതിനെ വിളിക്കുന്ന പേരാണ് യുണീക്ക്. മറ്റുള്ളവനെ പോലെ ആകാൻ ശ്രമിക്കലല്ല യുണീക്ക്. മനസ്സിലായ? അതാണ്. അപ്പൊ ഇതേപ്പെട്ട മൈ ഡിയർ ആൻഡ് ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, the challenge is that you have to fight. ഇവിടെ നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ട്, ചലഞ്ച് വെല്ലുവിളിയുണ്ട്. യു ഹാവ് ടു ഫൈറ്റ്. നിങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യേണ്ടത് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ, ശക്തമായ ഒരു യുദ്ധമാണ്. വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ. ഈ ഭൂമിയിൽ ഒരു ഹ്യൂമൻ ബീയിങ് പോലും, ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്തിടത്തേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതല്ലേ വേണ്ടത്. എങ്കിലും നിങ്ങൾ യുണീക്ക് ആവുക. മനസ്സിലായ? ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ഒരിക്കലും ഫൈറ്റിംഗ് അവസാനിപ്പിക്കുകയേ ചെയ്യരുത്. അൺടിൽ വരെ യു അറൈവ്, എത്തുന്നത് വരെ, അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. ഡെസ്റ്റിൻഡ് പ്ലേസ്, ലക്ഷ്യസ്ഥാനം. നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഒരിക്കലും ഫൈറ്റിംഗ് അവസാനിക്കാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുക. Then that is a unique you. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തായി മാറും? ഒരു യുണീക്കായിട്ട്.
മാറും. നിങ്ങൾ എന്തായി മാറും? ഓരോരുത്തരും യുണീക്ക് ആകണമെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ഗോൾ. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം വേണം. You must have self-confidence. You must believe that I am born with the potential. I am have the goodness and interest. I have the ideas and dreams. I am born with the greatness. I am born with the self-confidence. I have the wings. I want to fly and fly and fly and fly. My life is not for crawling. My life is for flying. എന്റെ ജീവിതം ക്രൗളിങ്ങിന് വേണ്ടിയുള്ളതല്ല, ഇഴയുവാനുള്ളതല്ല. My life is for only flying. ഏതിനു വേണ്ടിയുള്ള മാത്രമാണ്? ഫ്ലൈയിങ്ങിന് വേണ്ടിയാണ്, മാത്രമാണ് എന്നുള്ള ചിന്ത എല്ലായ്പ്പോഴും വയ്ക്കുക. ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുക. ഇത്രയുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്റർ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ചു നോക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. DK അല്ലേ? DK ദശകം 10 വർഷം കൂടുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് DK. സോഫാർ മലയാളം നാളിതുവരെയായിട്ടും, വെരി ഇമ്പോർട്ടന്റ് വേർഡാണ്. നമ്മൾ യൂസേജിൽ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് സോഫാർ. നാളിതുവരെയായിട്ടും എന്ന് ഉപയോഗിക്കുന്ന എവിടെ മലയാളം പറഞ്ഞാലും നാളിതുവരെയായിട്ടും എന്നുള്ളത് എവിടെ ഇംഗ്ലീഷ് പറഞ്ഞാലും സോഫാർ ഉപയോഗിച്ച ഫെലോ വ്യക്തി, ഫെലോ വ്യക്തി, ഫെലോ വ്യക്തി, വ്യക്തി. ഫെലോ ഫ്രണ്ട്, വെരി ഗുഡ്. അത് തന്നെ ഫെലോ ഫ്രണ്ട് എന്നും പറയാം. മൈ ഡിയറിംഗ് ഫെലോ, മൈ ഡിയറിംഗ് ഫ്രണ്ട്, അല്ലെങ്കിൽ മൈ ഡിയറിംഗ് പേഴ്സൺ എന്നൊക്കെ. 10 വർഷത്തെ ടൈം, ഡീക്കേഡ്സ് ടൈം, കഴിഞ്ഞ 10 വർഷത്തെ സമയം ടൈം നോക്കുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് പാര. അന്തർവർഷം. My dear young friends, let me discuss with you, അല്ലേ, how you can be unique. നിങ്ങൾ നമുക്ക് എങ്ങനെയാണ് യുണീക്ക് ആവാൻ പറ്റുന്നതെന്ന്. I have so far met, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുണ്ട് 15 million youth in the decades. കഴിഞ്ഞ 10 വർഷം കൊണ്ട് every youth wants to be unique. എല്ലാ യൂത്തിനും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്താകണമെന്ന്? യുണീക്ക് ആകണമെന്ന്. ദാറ്റ് ഈസ് യു. അതാണല്ലോ നീയും. അങ്ങനെയാണ്, അങ്ങനെയാണ് നിങ്ങളും, അങ്ങനെയാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. അല്ലെ നിങ്ങളെ അതാണല്ലോ നിങ്ങളും. നിങ്ങൾ ഓരോരുത്തർക്കും ആവശ്യം. ഓൾ ഓഫ് യു നീഡ് ടു അച്ചീവ് എന്താണ് ദ വേർഡ് യുണീക്ക്. എല്ലാവരുടെ ആഗ്രഹം അതാണ്. ദാറ്റ് യു ഓൾസോ ടു. മനസ്സിലായ? Every youth wants to be unique. That is you. അതാണല്ലോ നിങ്ങൾ എന്ന് പറയുന്ന മലയാളം. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താവാനാണ് ആഗ്രഹം? യുണീക്ക് ആവാനാണ് ആഗ്രഹം. ഒരു വാക്ക് പറയുമ്പോൾ വായിച്ചു നോക്കിയാൽ. പക്ഷേ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഒറ്റ ആഗ്രഹമുണ്ട്, യുണീക്ക് ആവാനാണ് ആഗ്രഹം. പക്ഷേ ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മളെ somebody else, everybody else ആക്കാൻ നോക്കും, അല്ലേ? നമ്മളെ എല്ലാവരുടെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും all of us want to be unique. You all need to be unique. യുണീക്ക് ആവണം. ബട്ട് യുണീക്ക് എന്ന് വെച്ചാൽ അൺഈക്വൽ, അല്ലേ? അതുല്യരാവണം. ബട്ട് ദ വേൾഡ് അറൗണ്ട് us is trying to make you everybody else or anybody else. All of you need to become unique. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? യുണീക്ക് ആവണമെന്നാണ് ആഗ്രഹം. അതാണ് എന്റെ അർത്ഥം. മനസ്സിലായ? എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. അത് മനസ്സിലായെങ്കിൽ ഒരു ക്ലിയർ കൊടുക്കുക. അതിലേക്ക് ഒന്ന് പറഞ്ഞുതരാം. ഡിസ്റ്റിൻഡ്, ലക്ഷ്യ. ഡെസ്റ്റിൻഡ് എന്ന വാക്കിന്റെ അത് ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ടത്. അഭിജിത്ത് തന്നെ ചോദിച്ചത് ക്ലിയർ ആയ? ഓക്കെ. ഡെസ്റ്റിൻഡ് പ്ലേസിന്റെ മലയാളം ലക്ഷ്യസ്ഥാനം, ഗോൾ പ്ലേസ്. എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കാര്യം കിട്ടുക എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ. What will be the most important question in this chapter? എന്തായിരിക്കാം ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ? പറയാൻ പറ്റും? ആദ്യം പറയൂ, ഒരു ക്വസ്റ്റ്യൻ പറയൂ. ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നു. അതിപ്പോ തൽക്കാലത്തേക്ക് കുറിച്ച് വെക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഞാൻ പറയുന്നത് കുറിച്ച് വെക്കുക. പിന്നീട് നോട്ട്സ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുക. ഏതായിരിക്കാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ള? ഒരു എസ്സേ ഇതിനകത്ത് ചോദിക്കും. ഏത് എസ്സേ ആണെന്ന് പറയാൻ പറ്റുമോ?
ഏത് എസ് ആണ് ചോദിക്കുന്നത്? സെൽഫ് കോൺഫിഡൻസ്. യെസ്, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. സെൽഫ് കോൺഫിഡൻസ്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സെൽഫ് കോൺഫിഡൻസിനെ പറ്റി സ്പീച്ചും ചോദിക്കാം, എസ്സേയും ചോദിക്കാം, അല്ലേ? അപ്പൊ അത് നമുക്ക് എബൌട്ട് സെൽഫ് കോൺഫിഡൻസിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഒരു സ്പീച്ച് അവതരിപ്പിക്കുക. നമുക്ക് ഇങ്ങനെ സ്പീച്ച് അവതരിപ്പിക്കാം. ഇങ്ങനെ പറയും, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചിട്ട് ഐ എം എക്സ്ട്രീംലി ഹാപ്പിയാണ്. Now I am here. Now today is a special day for me, and I am here now. I'm here. I'm here for കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിന്നെ ചോദിച്ചത് കേട്ടോ. അതെങ്കിൽ now I'm here for describing about self confidence എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെൽഫ് കോൺഫിഡൻസ് നമ്മളിങ്ങനെ പറയും, സ്പീച്ചിൽ പറയാം. എന്ന് പറയും, nowadays we know most of us do not value self confidence. You know something that without self confidence we cannot achieve anything in this world, because self confidence is the basement of everything. ഈ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം. പക്ഷെ and if you need to be unique, you should have self confidence every day when you wake up. എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ you should believe that you are the best one. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലായി. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് കോൺഫിഡൻസ്. ഞാൻ ഒരു സ്പീച്ച് തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു ബി യുണീക്ക് ചോദിക്കുക. ഹൗ ടു ബി സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്നത് ഇന്റർവ്യൂ. അബ്ദുൽ കലാമുമായിട്ടുള്ള ഇന്റർവ്യൂ. 10ാം ക്ലാസ് വരെ ഇന്റർവ്യൂ ചോദിക്കുന്നത് ചോദ്യം ആൻസർ. പക്ഷെ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഇന്റർവ്യൂ ചോദിക്കുന്നത് ക്വസ്റ്റ്യനെയർ. എന്താണ് അതിന്റെ പേര്? എന്താണ് ക്വസ്റ്റ്യനെയർ? NAIR അവസരം കേട്ടാ. ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി ആൻസർ ചെയ്യണ്ട. ഇന്ന് ചോദിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, സെൽഫ് കോൺഫിഡൻസിനെ പറ്റി യുണീക്കിനെ പറ്റി ഒരു എസ്സേ ചോദിക്കാം. രണ്ടാമത് ഇതിൽ നിന്നും എന്ത് ചോദിക്കും? രണ്ടാമത് ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞപ്പോ. എന്താണ് ഇതിനെപ്പറ്റി? അതിനെപ്പറ്റിയുടെ മറന്നുപോയി. ഏതായിരുന്നു ഇപ്പൊ പറഞ്ഞത്? വെരി ഹൗ ടു ബി യുണീക്ക് ഒന്ന്, പിന്നെ രണ്ടാമത് ഹൗ ടു ബി സെൽഫ്. പിന്നെ ഞാൻ വേറെ പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ഇന്റർവ്യൂ. വെരി ഗുഡ്. ഇന്റർവ്യൂ ചോദിക്കും. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു ബി യുണീക്ക് ആണ് ഇമ്പോർട്ടന്റ്. ഹൗ ടു ബി യുണീക്ക്, ഹൗ ടു ബി സെൽഫ് കോൺഫിഡന്റ് ഒക്കെ ഒരേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി മൂന്നാമത് വരുന്ന ഇന്റർവ്യൂ, രണ്ടാമത് ഇന്റർവ്യൂ. മൂന്നാമത് വരുന്ന പാക്കേജ് 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് വിളിക്കുന്നത് ഇമെയിൽ എന്നാണ്. ഇമെയിൽ നമ്മൾ അല്ലാതെ നമ്മൾ ഇതൊക്കെ എഴുതി ചെയ്യണമെങ്കിലേ പറ്റുള്ളൂ. ഏതാണ് അതിന്റെ ബോർഡർ ഒക്കെ എഴുതി കറക്റ്റ് ചെയ്യും. നമുക്ക് അടുത്ത ദിവസം നമ്മൾ ക്ലാസ് ചെയ്യുന്ന ഇമെയിലിന് വേണ്ടി ചെയ്യാനിരിക്കുന്നു, നമുക്ക് ചെയ്യും. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ഇമെയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇമെയിൽ അയക്കുന്നത് എങ്ങനെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയാമോ? അബ്ദുൽ കലാമിന്റെ പാഠം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. The speech I will fly gave you more some great inspiration, and you have just told about it to your friend, and please send an email എന്ന് പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഇത് ആരോട് പറയണം? നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയണം. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് തയ്യാറാക്കണം? ഒരു ഇമെയിൽ തയ്യാറാക്കണം. ചോദിച്ചിട്ടുണ്ട് പരീക്ഷ ഇഷ്ടംപോലെ ചോദിക്കുന്നതാണ് ഇമെയിൽ. ഫസ്റ്റ് ആയിട്ട് ചോദിക്കും. അത് അടുത്ത ദിവസം നമുക്ക് ടൈം എടുക്കും, 10-20 മിനിറ്റ് എടുക്കും പറഞ്ഞു തരുന്നതിന്. അത് നമുക്ക് ചെയ്യാം. ഇനി ബാക്കിയുള്ള ക്ലിയർ ആയ അപ്പൊ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു. ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു എബ്രഹാം ലിങ്കന്റെ ചാപ്റ്റർ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു തീർന്നു. ഏതാണ് പഠിച്ചു തീർന്നത്? ഐ വിൽ ഫ്ലൈ.